ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 11 ശ്ലോകം 3. ഭഗവാന്റെ അതുല്യമായ വാസഗ്രഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സനകാദി മഹർഷിമാർ. അനോപമം ബൗദ്ധ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. കാരണം അനുപമം എന്ന അർത്ഥത്തിൽ അനോപമം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം ചെറിയ സാദൃശ്യം പോലും ഇല്ലാത്ത എന്ന് അർത്ഥം. അങ്ങനെ ജയവിജയന്മാർ സനകാദികളെ തടയുന്നു, അവർക്കും കോപം വരുന്നു എന്ന ഭാഗമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാം ജജിത്തെ പദമാപഗോഭ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയഃ താൻ വിജയഃ അരുന്ദാം തേഷാം ച ചിത്തെ പദം ആപകോപഃ സർവം ഭവത് പ്രേരണയാ ഏവ ഭൂമൻ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാം ജജിത്തെ പദമാപകോഭ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ, അവിടത്തെ കാണുവാൻ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന താൻ ദ്വാസ്തോ ജയഃ വിജയഃ അരുന്ദാം, ആ സനകാദികളെ ദ്വാരപാലന്മാരായ ജയനും വിജയനും തടഞ്ഞു. തേഷാം ചിത്തെ കോപഃ, അവരുടെ അതായത് സനകാദികളുടെ മനസ്സിൽ കോപം പദം ആപാച, കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു. ഭൂമൻ, അചിന്യ വൈഭവനായ ഭഗവാനെ, സർവം ഭവത് പ്രേരണയാ ഏവ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ. രാഗദ്വേഷാദികളില്ലാത്ത സനകാദികൾക്ക് പോലും കോപം വന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് എന്നർത്ഥം. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും നടക്കുമെന്ന് ഭൂമൻ എന്ന സംബോധന സൂചിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കാണുവാൻ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന ആ സനകാദികളെ ദ്വാരപാലന്മാരായ ജയനും വിജയനും തടഞ്ഞു. സനകാദികളുടെ മനസ്സിൽ കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു. അചിന്യ വൈഭവനായ ഭഗവാനെ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാം ജജിത്തെ പദമാപഗോഭ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാം ജജിത്തെ പദമാപഗോഭ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിക്ഷൂൺ ഭവനം വിവിക്ഷൂൺ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ദാം തേഷാം ജജിത്തെ പദമാപഗോഭ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.